നമസ്കാരം കൂട്ടുകാരെ, വീണ്ടും ഇന്നത്തെ രണ്ടാം വ്ളോഗിലേക്ക് സ്വാഗതം. ചിലപ്പോൾ ഇത് ഇന്ന് വരും, അല്ലെങ്കിൽ ഇത് നാളെ വരും, എന്തായാലും വരും. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ 4 വഴിക്ക് തെറിച്ച് പാഞ്ഞു പോയി. ബഹുമാനപ്പെട്ട അഫീഫ് അന്തം കമ്മിയെ ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അഫീഫ് എപ്പോഴും പറഞ്ഞാണ് 4:15 എന്ന് പറഞ്ഞാൽ 4:15 വരണം, നേരം വൈകിക്കരുത്. അപ്പോൾ ഞാൻ 4:35 ആയി. അഫീഫിൻ്റെ വാക്കുകൾ കേട്ട് ഒന്ന് ചവിട്ടിക്ക, മെല്ലെ ചവിട്ട്. ഓല അവൻ്റെ ക്ലാസ് അല്ലല്ലോ, കുറച്ച് മുന്നിൽ കിട്ടാ. ഉള്ളിലെന്തായാലും ഉണ്ടാവില്ല, കുറച്ച് ലെഫ്റ്റ് കയറ്റി. ഓല്ലട അവിടെ ഇവനെന്തോ ഓല്ല ഇവിടെ. അയ്യോ, സ്കൂളിൽ വിറകുണ്ടോ അത്? അതെന്തറിയോ, ഇത് സീൻ ട്രിക്കായില്ലേ? സ്കൂളിലത്തെ കുട്ടികളെ ബാക്കെടുക്ക് നിരത്തി നിർത്തുക, എന്നിട്ട് വിറക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഓരോന്നോരോന്നായി കൊണ്ടുപോകുക. അപ്പം എന്താ വെച്ചാൽ ആർക്കും റിസ്ക് ഇല്ല. എന്നാൽ വിറകൊക്കെ മറ്റേ വീട്ടിലെത്തും ചെയ്യും. എന്താണ് വിറകടുപ്പ്? എന്താണ് ആലുവടുപ്പ്? അതല്ലടാ പൊട്ടാ, വിറകൊക്കെ എടുക്കാൻ പോണേ കഞ്ഞിപ്പോരേക്ക്. ആരാ ബാക്കിലാണ് വർക്ക് ചെയ്തോ? കാക്കേ ഒന്ന് മാറ്റി തരും പ്ലീസ്. ഇജെവിടെ? വീട്ടിലാരുമില്ലേ? എന്താടാ ആരുമില്ലാത്ത? ഇപ്പൊ വരും. ആ പാട്ട് ഓന് മനസ്സിലായിണ്ടാവില്ല. ഓൻ ക്യൂട്ടിയൊന്നല്ലേ, ഫുൾ മാസാണ്, മാസമായിട്ട് കിടക്കാം. അത് പൂക്കികൾക്ക് മാത്രം മനസ്സിലാവുന്ന പാട്ടാണ്. ഫുള്ള് പാസ് ചെയ്ത് പോയില്ലേ വിറക്, അത് സീനായിട്ട്. എനിക്ക് ആ ട്രിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ലാ, ഇതാരാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്? ഇവിടെ 2 വണ്ടി വന്ന റോഡ് ബ്ലോക്കായി. എന്റെ അഞ്ജന കണ്ടോ? അല്ല എടാ, അഫി പോയോ? അഫി ഉള്ളിലോ? ഇങ്ങോട്ട് വാ. മീറ്റിങ്ങോ? എന്തിന്റെ മീറ്റിംഗ്? ബ്രോ കട്ടളക്കാലത്തേക്ക് പോകല്ലേ? എന്താണ് പേര്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്ന റൈറ്റിക്ക് കണ്ട് തിരിച്ചാ ഇൻഡിക്കേറ്റർ ഇട്ടാണ്ട് ഒടിച്ചാണ്ട് വണ്ടി ഇങ്ങോട്ട് വാ. ഇവിടെ ഇഞ്ഞേക്കാം, മറ്റേ ഇവിടെ റോഡ് ബ്ലോക്കാണ്. ഇങ്ങോട്ട് വാ. അത് പേരെന്താണ്? ഇർഫാൻ പ്രസാദോ? കൃഷ്ണപ്രസാദ്. എടാ KP. അങ്ങനെ പറയ്. KP ചവിട്ട് നബിയിലെ ഒരു ചങ്ങനെ ഇങ്ങനെ വലിപ്പിക്കല്ലേ, ഫാനല്ലേ? മാമനോ? സൈക്കിൾ ശരിക്ക് തട്ടിക്കളാ, അല്ലെ പൊളിഞ്ഞിട്ടാണ് പോകും. ഇതെന്താ ഇനി ഓനെ നടത്തിപ്പിച്ചേ? എടാ എന്റെ ചെക്കനെ, എന്താ പേര്? ആ ചെങ്ങായിന് നബീല്. ഓനൊരു ഫാനായ പേരിൽ ഇടങ്ങാറാവും. അപ്പം എടാ ഫാന് ആൾക്കാരെ അറിയിക്കല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ ഉള്ളത് കൃഷ്ണപ്രസാദ് അവർകളാണ്. കൃഷ്ണപ്രസാദ് എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? അടി പൂക്കുറ്റിയ, അടി ഒരു ബസാർ പൂക്കുറ്റി. ഏത് സ്കൂളിൽ പഠിക്കുന്നു? പറമ്പ സ്കൂളാണോ? പറമ്പ നൂറിനെ അറിയോ? അറിയും. എന്റെ പെങ്ങളാണേ. ഓളെന്താ അവസ്ഥ സ്കൂളില്? ചെറുക്കന്മാര് പിന്നാലെ നടക്കണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ശല്യം പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓള് ചെറുക്കന്മാരെ പിന്നാലെ നടക്കണ്ടോ? ഓള് ചാടിപ്പാടി നടക്ക അല്ലേ? പാവാണല്ലേ? പക്ഷെ നീ അന്റെ ലൈൻ്റെ പേരെന്താ? ചെറിയ പ്രായത്തിൽ ലൈൻ അടിക്കണം. ലൈൻ മാർജിൻ എക്സാമിന്. ഇങ്ങനെ ആദ്യം ലെഫ്റ്റിന്ന് ഒരു ലൈന്, പിന്നെ റൈറ്റിന്ന് മേലെ കൂടെ ഒരു ലൈൻ, എന്നിട്ട് അതിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മള് നെയിം ക്ലാസ് ഒക്കെ എഴുതേണ്ടത്. ഇജെന്താ വിചാരിച്ചത്? വേറെന്താ വിചാരിച്ചത്? വേറെ വിചാരിച്ചില്ലല്ലോ. അന്റെ പേര എവിടെയാണ്? മറ്റേ ചോദ്യം. എന്റെ പേര കൂറ്റമ്പാറ, ചെറുമറ്റിക്കോട്. ചെറുമക്കുറ്റിയല്ല, ചെറുമറ്റിക്കോട്. ചെറുമക്കുറ്റി പാടം പറ്റി ചെറുമക്കുറ്റിക്കോടല്ലോ, ചെറുമറ്റിക്കോട്.
ഈ ആളൊരു സുന്ദരാട്ടോ കൃഷ്ണപ്രസാദേ. കാണാനൊരു ഒരു ഭംഗിയും ഒരു ഇതുണ്ട്. ആ ഒരു കാണുമ്പോ ഒരു ഐശ്വര്യമുള്ള മുഖാണ്. ഏട്ടനുണ്ടോ എനിക്ക്? ചേച്ചി ഉണ്ട്. വാ എടാ അഫീണ്ടോ അവിടെ? അഫീഫ് ഞങ്ങളിവിടെ ടവറിന്റെ അടുത്ത്. പേരെന്താണ്? മഹേഷ്. ശ്യാം കൃഷ്ണ. അർജുൻ. എത്ര ക്ലാസ്സിൽ പഠിക്കണോ? പ്ലസ് ടു. മഹേഷ്, ശ്യാം കൃഷ്ണ, അർജുൻ, കൃഷ്ണപ്രസാദ്. എല്ലാവരും പേരും പഠിച്ചു. ഹോസ്റ്റലില? എത്ര ക്ലാസ്സിലാ? 10. നല്ല പഠിച്ചോണ്ടിട്ടോ. സ്ഥലമായിട്ട് പഠിച്ചോണ്ടിട്ടോ. അപ്പൊ നിങ്ങള് വീട് ഇവിടെയാ? മൂത്തടുത്ത്. മൂത്തടുത്ത് വീട്. നിങ്ങളതോ? ചോക്കാട്. ഇപ്പച്ചി എന്റെ ഇപ്പാനറിയോ? ഇവിടെ സ്കൂളിൽ സാറേ നിങ്ങൾ ഈ ബാച്ചല്ല കുറെ മുമ്പ്. അപ്പം ഇപ്പച്ചി ഇവിടെ പഠിപ്പിച്ചിന്. ചോക്കാട് സ്കൂൾ അറിയോ? ഇവിടെ എന്താള് അവിടുത്തെ ഹെഡ്മാസ്റ്റർ ഇപ്പച്ചി. എന്നാ കാണാം. സി യു ബ്രോ. കാണാം. നിങ്ങൾ 10 പ്ലസ് ടു? ആ ഫീഫ് ഉണ്ടോ അവിടെ? ഹോസ്റ്റലിൽ നിന്ന് വരിക അല്ലേ? ഓനെ കാണില്ല. അതാ ഡ്രസ് കോഡോ? ഡ്രസ് കോഡ് വിതരണം ചെയ്യണ്ടോ? കാണുന്നില്ല. നോക്കി നോക്കട്ടെ. എന്നാ കാണാം ബ്രോ. കൃഷ്ണ നീ കൃഷ്ണ നീ തരൂ. ഞാൻ പോടാണ്. എന്തിനാണ് വെറുതെ എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ഓൻ പോയി. ഉള്ളിക്കേ ഇവിടെ അങ്ങോട്ട് പെർമിഷൻ അല്ല, ഇങ്ങോട്ട് പെർമിഷൻ. ഉള്ളിക്കട് വേക്കട്. പക്ഷെ അവിടെ വിറക് കയറ്റല്ലേ? വിറക് കഴിഞ്ഞല്ലോ. നബീലേ റോഡൊന്നുമില്ലല്ലോ. ഉണ്ടോ? പക്ഷെ വണ്ടി ഇങ്ങനെ ഡബ്ല്യൂ ഇട്ട പോലെ നിൽക്കണ്. കണ്ണാനിയുറങ്ങടാ കണ്ണാനെ കണ്ണേ കണ്ണാ. മുന്നിക്ക് നോക്കി പോടാ. മുന്നിക്ക് നോക്കടാ. അല്ല ഇപ്പൊ വരും കേട്ടോ. കേട്ടെ കൃഷ്ണപ്രസാദ് ഇന്ന് നമ്മളെ മനം കവർന്നെടുത്തു. കാറ്റില് വാസന താരര 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 കത്തില് തക്കത്തില് പോയതുണ്ട്. കുറച്ച് മുന്നേ കിട്ടിട്ടേ റൈറ്റ് കടിപ്പിച്ചോ. ലെഫ്റ്റ് എടുക്ക്. ലെഫ്റ്റ് എടുത്ത് സ്ട്രൈറ്റ് ആക്കിട്ടോ. കറക്കണ്ട. അലമ്പ് കളിക്കരുത് നമ്മള്. നമുക്കിപ്പോ ഇവിടെ കറക്കിയിട്ട് എന്താ നഷ്ടം? ഒരു 100-200 കിലോമീറ്റർ ഓടല്ല, ടയർ തീരുന്നല്ല, അതൊരു നഷ്ടമല്ല. കറക്കണേ ഞാനല്ല കറക്കാം. അങ്ങോട്ട് ആ ഓട്ടോറിക്ഷൻ്റെ അപ്പുറത്ത് കിട്ടോ, അല്ലെ ഓട്ടോറിക്ഷൻ്റെ ഇപ്പുറത്ത് കിട്ടോ. അവിടെ മുള്ളും കല്ലും ചെല്ലും. റൈറ്റ് അടുപ്പിക്കടാ, തിരി. അപ്പം ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂക്കോട്ടുംപാട സ്കൂൾ കേട്ടോ. ഞാൻ പഠിച്ചിറങ്ങിയ എൻ്റെ വിദ്യാലയ അങ്കണമാണിത്. അന്ന് എനിക്ക് എത്ര ലൈൻ ഉണ്ടെന്ന് അറിയോ? എത്ര ഉണ്ടായിരുന്നു? അനക്ക് എത്ര ലൈൻ ഉണ്ടായി നബീലെ? പിന്നെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാലോ, ആ കോലൊക്കെ കാണാതെ. എനിക്ക് ലൈൻ ഉണ്ടായി. എനിക്ക് ലൈനില്ലേനു കൂടെ. എനിക്ക് ലൈൻ ഉണ്ടാ? എനിക്ക് ലൈൻ ഉണ്ടായി. ഇല്ലടാ. പിന്നെ എത്തിയോ ഇവനെന്താ? ഇവന്താ മാൻഡ്രക്കോ? എടാ കൃഷ്ണപ്രസാദേ, ഇവൻ നമ്മളെ ബൗൺസറാട്ടോ. ഫുൾ പ്രൊട്ടക്ഷനിലാണ് നമ്മള്. ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോളേ അവിടുന്ന് ഇങ്ങനെ
മറ്റേ നോട്ടാണ് ഷമ്മി നോക്കണത്. പേടിപ്പിക്കാണോ അതെ. ബഹുമാനപ്പെട്ട അഫീഫ് അന്തങ്ങമ്മ ഓണം പരിപാടിന്റെ മീറ്റിംഗിലാട്ടോ. ചോദിച്ചോക്കിയാലോ നമുക്ക്. അയ്യ അങ്ങോട്ട് പോകണ്ട, ഇവിടെ ഇട്ടാ മതി വണ്ടി. അപ്പൊ എന്തായാലും ഇനി അഫി വന്നിട്ട് കാണട്ടെ, അല്ലാതെ ഇപ്പൊ ഒന്നും കാണാനില്ല. അഫി വന്നിട്ട് നമുക്ക് എന്തായാലും വിവരങ്ങൾ വിശേഷങ്ങൾ അറിയാം. സൽമാൻ സ്കൂൾ മക്കരപ്പറമ്പ് സ്കൂളല്ലേനോ? എത്ര ലൈൻ ഉണ്ട്? ലൈൻ അടിച്ചിട്ടില്ല. ഓ നിങ്ങളൊക്കെ ഭയങ്കര എന്തേലും നിങ്ങളൊക്കെ സ്കൂളിൽ പോയി കണ്ടേ രാവിലെ അങ്ങോട്ട് ബുക്ക് തുറന്നിട്ട് എല്ലാ ഇംഗ്ലീഷും ഇതൊക്കെ എഴുതി പിടിപ്പിച്ച് ഹോംവർക്ക് ഒക്കെ ക്ലാസ് തന്നെ ചെയ്തിട്ടൊന്ന് പോരിന്. ആർക്കും ഇല്ല, സ്നേഹമൊന്നും ഇല്ല ഇനി. ഓ എന്തിനാണ് നോണ പറഞ്ഞിട്ട് റൈറ്റ് എന്തിനാ ഇങ്ങനെ ഒക്കെ കാട്ടണ വണ്ടി? അവിടെ ചവിട്ടിയാണ്ട് ഈ പീമ നിൽക്കി വെക്കുക, അപ്പൊ വണ്ടി പാർക്കിംഗ് ആവും. ചെരിച്ചിട്ടൂലേ വണ്ടി ഇടുമ്പോ എങ്ങനെ നമ്മള് ഷേപ്പിലിടണം നബിയിലെ. ഞാൻ ഒസ്വാസിന്റെ ആളാ, അതായത് പാർക്കിംഗ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വെക്കണേ. ഞാൻ ഒരു സ്ഥലത്ത് ഫോൺ ഇങ്ങനെ വെക്കൂല, ഞാൻ അങ്ങനെ വെക്കുള്ളൂ. അത് അവിടെ പോയിട്ട് നോക്കി അപ്പൊ ഇങ്ങനെ ഉണ്ടാവുക. ഇതാ എവിടെ പോയി നോക്കിയാലും ഇത് വണ്ടി ചെരിഞ്ഞാ കിടക്കണേ. മണ്ടത് ഇങ്ങനെയുള്ളത് അവിടെ നോക്കി ഇങ്ങനെ ഉണ്ടോ? ഇത് വണ്ടി ചെരിഞ്ഞിട്ടാണ് നബില ജീപ്പ് ഡോക്ക്. ഇതാണ് സ്ട്രൈറ്റ്, ഇതിന് നേരെയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കണം. ബിൽഡിംഗ് ഉണ്ടോ ജി? ബിൽഡിങ്ങിനനുസരിച്ച് എടുത്തിയാ അങ്ങനെ കൊണ്ട് നബിലല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അഫി വന്നിട്ട് കാണാം. നമ്മളെ കൂടെ ഇപ്പൊ KP അവന്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടുകാരന്റെ പേരെന്താണ്? സൂര്യതേജ്. അപ്പൊ സൂര്യതേജ് എത്രാം ക്ലാസ്സിൽ പഠിക്കണോ? 5. ഏത് സ്കൂളിലാ? പറമ്പ പൂക്കോടുമാടം പള്ളി സ്കൂള്. UP സ്കൂളിലാണ് പഠിക്കണത്. ഡ്രിഫ്റ്റ് ചെയ്യോ നിങ്ങള് സൈക്കിള്? ബ്രേക്കില്ല, ഇങ്ങനെ ബാക്ക് തിരിച്ചിട്ട് സൈഡ് വലിച്ചിട്ട് ഫ്രണ്ട് പോക്കാറിയോ? ചെറുങ്ങനെ പൊന്തിച്ചാൽ മതി. എന്ത് പൊളിഞ്ഞിട്ട് വീണതോ? പ്രോത്സാഹിപ്പിക്കല്ലോ, ഇല്ലാത്ത കുഴപ്പമില്ല കേട്ടോ, സാറില്ല കേട്ടോ, വിഷയമല്ല കേട്ടോ. എന്നാ ഓക്കെ. അതെ പിന്നെ അവൻ നബീലിനെ സൽമാനാ ഞങ്ങളൊക്കെ കാണണം എന്നുള്ള എല്ലാവരും ആഗ്രഹമായി മാറണം. അതാണ് എന്റെ ലക്ഷ്യം. ഒരു പേടി സ്വപ്നമാണോ ഞങ്ങള്? എടാ നിങ്ങൾ എന്തായാലും സൈക്കിൾ മിരിക്കല്ലേ, ഒന്നാ സൈക്കിളായിട്ട് അതിൽ പോയി കണ്ടേ അഫീഫിനെ ഒന്ന് വിളിച്ചാണി ബഹുമാനപ്പെട്ടെ. അതിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്താ പോയി കണ്ടിങ്ങനെ നിക്കണേ. ഒന്ന് പോയി വിളിച്ചാ അഫീഫ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അന്നൊരു ടീമോടെ കാത്തിക്കണ്ടേ ചെല്ലേ മുന്നോക്കെ അപ്പോട്ടെ. അത് മറ്റേ ഗിയറാട്ടോ, പെരുഞ്ചോട്ടിലോട്ടും വണ്ടി നീങ്ങൂല. ഗിയർ ഏതാ ടെക്നിക്ക്? ഗിയർ ചെറുതൊക്കെ ഇട്ട് കൊടുക്കണല്ലേ, നല്ല പോക്കോണേ അതിന്റെ ആവശ്യമുള്ളൂ. ചെറുതൊക്കെ ഇട്ട് കൊടുത്താല് അതിന്റെ ഉള്ളിൽ കൂടെ സൈക്കിൾ കയറ്റേ ആയിക്കോട്ടെ ബൈക്കൊക്കെ പോവും. അഫി വന്നിട്ട് കാണാം. സുന്ദരി നീ വന്നു റജില, സുറുമ വരച്ച പെണ്ണെ സജില, ചെമ്പക പൂവിനൊത്ത നിറമ, ചെമ്പക വേണി നിന്റെ മഹിമ, അറബിക്കഥയിലെ റാണിയായി 5 മൈലിൽ നീ വന്നു നീ, അറബന മുട്ടിന്റെ താളമായി പൂക്കോട്ട്മാട സ്കൂളിൽ പഠിച്ചു നീ, നിന്നെ കാണാൻ എന്ത് ചന്തം റജില. മുടി പോയോ? കഷണ്ടി ആയോ? കഷണ്ടി ആണ്ട മുടി ഇങ്ങനെ പരത്തിയിട്ടിക്കണേ. മുടി പഠിച്ചോ, മുടിയൊക്കെ പോയോ? അഭിമാനത്തോടെ പറയണേ. എടാ എന്റെ അതേപോലെ ഒരു പെൺകുട്ടിനെ കണ്ടടാ ഒരു കോളേജില്. ഞാൻ കമന്റ് ഇട്ടിനി. എടാ വെറു ഓനെന്നെ ഓളെ ചെറിയ പല്ലിന്റെ ഗ്യാപ്പ് വരെ അതേപോലെ. എന്റെ പല്ലൊക്കെ അത് ആ ഗ്യാപ്പ് കണ്ടില്ലേ ചിരിച്ച. എടാ ഈ ഗ്യാപ്പ് തന്നെ ആ പെണ്ണിന്റെ പല്ലും അതേപോലെ തന്നെ. ആ പുളിങ്ങ ചെറിയ തന്നെ ഒക്കെ കിട്ടിക്കണ്. എന്റെ കുടുംബാണോ ഇതിനെ ചോളാണ് ആ കുട്ടിനെ. അപ്പൊ എന്താ പറയാ കുറച്ച് മുടി നീട്ടി വളർത്തിയാൽ ആരാണ് ഹസ്ബൻഡ് ആരാണ് വൈഫ് എന്ന് അറിയില്ല. പിന്നെ പോയി കിട്ടുക. അതൊക്കെ നാളത്തെ ചാറ്റ് ഫുള്ള് പോയിക്കണേ. വേറെ പോയിട്ട് വ്ളോഗൊക്കെ ഒന്ന് കണ്ടു. എനിക്ക് കുത്തില്ലല്ലോ മോലെ മോലെ അങ്ങനെ ചോദിക്കണേ.
ട്രൂത്ത് ഡയറിന്റെ ആളല്ലേ? ട്രൂത്ത് ഡയർ ഇപ്പൊ ഡയർ എടുക്ക ഇതിനെ അങ്ങോട്ട് നടന്നോണ്ടോ? ഇവന്റെ ഡയർ എന്തൊക്കെയാ? കുക്കർ ചൂടായ കുക്കർ തുറക്കാൻ പറയാ, പറയാ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പോയി അടുക്കളയിൽ പോയിട്ട് അടിച്ചുണ്ടത് വറക്കണ്. തക്കാളി എടുത്ത് മോത്തൊക്കെ അടിച്ച് അതൊക്കെ പറഞ്ഞതാണേ. എന്തൊക്കെ പറഞ്ഞാലും ക്യൂട്ടാണ്. അതിലെന്താ ക്യൂട്ട് കണ്ട് ക്യൂട്ടി ബോയ്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഫോട്ടോ. എടാ ക്യൂട്ടി ബോയ്, ഒരു പരിപാടിക്ക് വാടാ. പാട്ടാടോ? എല്ലാരും ചോദിച്ചു നീ പരിപാടിന്റെ അവിടെ നിന്ന് ക്യൂട്ടി ബോയ് വന്നിക്കണോ? കാട്ടാളെല്ലാം അഭിനയിക്കണോ വെച്ചു മറ്റേ ഷെരീഫ് ക. ശവായിട്ട് ഷവായിട്ടല്ല, ഇവന് മറ്റേ റോളാ കൊടുത്തത്. ഇവന്റെ മറ്റേ മാസ് ഡയലോഗ് ഉള്ള സാധനല്ലേ, ലോറി മുലരിട്ടിയോ? മാസോ അതിലെടുത്ത മാസം. എടാ ഇത് ടാർപ്പായി അയച്ചോണ്ടിരുന്നേ. അതാണ് ഡെസ്കോഡോ? എടാ ഇത് സിൽപോളിന്റെ ടാർപ്പായി കീറി അടിച്ചോ ബഡ്ജറ്റിലായിട്ട്? ഓ അയ്യോ ബിരിയാണി സിന്നി ഹായ് സിന്നി ബോയ് സിന ജിമ്മ ജിമ്മ കില്ലർ. Body of the fight, Nick Brothers. ഡ്രസ് കോഡ് കാണിച്ച ഞങ്ങളെ സർപ്രൈസ് പോകൂലേ? എടാ നിങ്ങളെ ഓൽക്ക് മെസ്സാക്കി ഇവിടെ വെയിലാണ്. ഇങ്ങോട്ടേക്ക് നിങ്ങളെ കാണില്ല. ഇങ്ങോട്ട് വാ സൗദേ, കാണൂലേ? ഇങ്ങോട്ട് ബ്രിഞ്ച മധുവിന് മെസ്സാക്കി. ഓലെടുത്താണ് വണ്ടി ഇല്ലേ? ഡോറടക്കി ബ്രിഞ്ച മധുവിന് മെസ്സാക്കി. ബ്രിഞ്ചന്റെ അടുത്തല്ല മെസ്സേജ് കണ്ട ഇനി ബ്രിഞ്ച മധു ബ്രിഞ്ചാൾ. അതെ ചാറ്റ് ഫുള്ള് തപ്പി തുറന്ന് വെക്കണ്ട. ഒന്ന് കേറി കൊടുത്താണ് റീനാനും ബനും. ബ്രിഞ്ചാൾ മധു ബ്രിഞ്ചൽ മതി ശരിയാക്കാന്ന വിചാരം. ശരിയാക്കാൻ ചെറിച്ചോ ഓട്ടാൻ കൊടുക്കണ്ടോ റൗണ്ട്? ഹെലികോപ്റ്റർ ഓടിക്കാറെങ്കിൽ എവിടുന്ന് ഓടിച്ച്? GTA ഗൾഫ് മറ്റേ കയറുമ്പോ കെട്ടി വിടണേ. അധികം ദൂരം പോരാ, ഇങ്ങോട്ടെ തിരിച്ചു തന്നെ. എടാ നിങ്ങളെ സ്കൂളില് എടാ എല്ലാരും കയ്യിലുണ്ടല്ലോ ടാർപ്പായിന്റെ പൊട്ട്. ഈ സീലിന്റെ പേരുണ്ട് അല്ലേ? അപ്പം ഇതല്ല നിങ്ങളെ യൂണിഫോം. അപ്പം ഇതാ ബഹുമാനപ്പെട്ട +2കാരെ സൂപ്പർ ഡ്രസ് കോഡാണ്. ടാർപ്പായി കീറി തയ്ച്ചു. നിങ്ങളെല്ലാരും കോമഡി ആവും. ഇത് വെയിലത്തേക്കല്ല, ഇത് തണലത്ത് വെച്ചിട്ട് തന്നെ തെളിഞ്ഞ കുടുംബക്കാരാ. ഒന്ന് മുടി വെട്ടി, ഒന്ന് ഒരു വെള്ളം മുട്ട ഇട്ടാ സെറ്റ് ആവും. ഒന്ന് മുടി വെട്ടി, ഒന്നൊരു കണ്ണടട്ട്, ഒന്നൊരു വെള്ളം മുട്ടിട്ടാല് സെറ്റ് ആവും. പിന്നെ ഒരു ഇത് രസമുണ്ട്. ഇത് ഇത് ഇരുട്ടത്ത് വെച്ചിട്ട് തന്നെ തെളിങ്ങുണ്ട്. അപ്പൊ ഇത് വെയിലത്തിട്ട് എന്തേ കാലം. പക്ഷെ സീനുണ്ട്, നനഞ്ഞാ കളർ മാറും. ആണോ? അന്ന് മഴ കിട്ടണ ഇത് വൺ ഡേ യൂസ് അല്ലടാ. ഇത് ഒറ്റ ദിവസം കഴിഞ്ഞാൽ ക്യൂട്ട്നെസ് മാത്രമേ ഉള്ളൂ അല്ലേ? ചപ്പരക്കൊട്ടി സ്വഭാവം. ഇതിമ വെള്ളം തഞ്ഞാല് ഇതാവും തന്നെ. ഇപ്പൊ മെല്ലെ ഇങ്ങനെ നാമച്ചു എന്നാണ്. വോളിബോൾ ഒന്നുമില്ല. ഞങ്ങള് കളിക്കുമ്പോ ജൂനിയേഴ്സ് പോണില്ല ഞങ്ങളെ കണ്ടിട്ട്. എന്തേ ടൗസർ ഒരു കളിച്ചിന്? എന്താ നമ്മളിന്നലെ വിളിച്ചത്? വണ്ടി ചോദിക്കണ്ട് ഞാന്. 2 വണ്ടി ചോദിച്ചു. ഇപ്പൊ കാർനെറ്റ് വണ്ടികളൊക്കെ റിട്ടേൺ പോയി. അതായത് ദുബായ്, ഒമാൻ, കുവൈത്ത് അങ്ങനെ വണ്ടികളൊക്കെ ഫുള്ള് തിരിച്ചു പോയി. വേറൊരു വണ്ടി ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. റെഡി ആയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. റെഡി ആയി കിട്ടിയിട്ടേ കാര്യമുള്ളൂ.
എന്താണ് ഇത് പരിപാടി? അതില്ല, എനിക്കറിയാം. ഉള്ളിൽ കയറ്റാനും പാടില്ല. ഉള്ളിൽ കയറ്റിയ വെറുതെ കേസും ഇതും പിടിച്ചാണ്. നിങ്ങൾക്ക് പുറത്തുകൂടെ ആണെങ്കിൽ ഇങ്ങനെ പോവാ. അതൊരു മര്യാദ അല്ലേ? മനസ്സിലായോ? എന്തായാലും ഗേൾസ് നോക്കുണ്ടോന്ന് ഇജ്ജ് നോക്കി നോക്കിയോ? സമ്മതിച്ചടാ നിങ്ങളൊക്കെ. നിങ്ങളൊക്കെ ഫുൾ കോഴിക്കുട്ടികളാണ് നിങ്ങളൊക്കെ. ബാക്കിൽ നിന്ന് ഗേൾസ് നോക്കണ്ടോക്കാൻ വേണ്ടിട്ട് ബാക്കൊക്കെ നോക്കി ഇങ്ങനെ ക്യാമറ വെച്ച് നോക്കി ഇങ്ങനെ നോക്കുണ്ടോ? സെൽഫി ക്യാമറ വെച്ച് നോക്കിയത്. നോക്ക് ബാക്കിലുള്ള കുട്ടികൾ നോക്കിയിരുന്നോ? കുട്ടികള് നോക്കണ്ടോക്കാൻ വേണ്ടിട്ട് തിരിച്ച് ക്യാമറ ഇട്ടത്. എല്ലാം മൂടിട്ടാ നിക്കണതാ. എല്ലാരും തിരിഞ്ഞിക്കണതാ. കുട്ടികൾ ഫുള്ള് ആക്കാൻ തിരിഞ്ഞിട്ടുണ്ട്. മുടി നോക്കിയതായി ഇപ്പൊ അതേ കാര്യം എടാ വണ്ടി ആറ് പെരട്ടോ. കാരണം ഗ്രൂപ്പിൽ ഒരു മനസ്സും ചർച്ചക്കാരല്ലേ എത്ര ഒരാഴ്ച ഞാൻ അനക്ക് മാത്രമല്ല എഫേർട്ട് എടുക്കണുള്ളൂ. ഒരു മനസ്സ് ഇവനുമില്ല ഇജുമുണ്ടോ ഒരാളും ഞാൻ ഇന്നലെ അഫീക്ക് വിളിച്ചില്ല ടൈം ഞാൻ കാണിച്ചു അഫീഫ് 12:03 അഫീഫ് 12:03 10:11:03 ഒക്കെ വിളിച്ചിരിക്കുന്നു ഞങ്ങള്. വണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇങ്ങനെ അന്വേഷിക്കാണ്. ഇവരാരും ചൂടില്ല. അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ആരുടെയും വണ്ടിയാളുടെ പറയട്ടോ. അഫി പറഞ്ഞു അവസാനം അനു പോയ റോൾസ് റോയ്സ് ഇറക്കണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെ നിങ്ങളെ സ്കൂള് കൊച്ചിക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ ഇറക്കി തരും. എത്ര റോൾസ് റോയ്സ് കൊച്ചിയിൽ ഇങ്ങോട്ട് വരാൻ തന്നെ ഒരു ചെലവുണ്ട്. അങ്ങനെ മാഡം എല്ലാരും ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡിനായിട്ട് എല്ലാവർക്കും പാടെ ഒന്ന് പോയി വരാൻ പറ്റിയൊരു സെറ്റപ്പിൽ ഒരു വണ്ടി ഒരു ക്രിസ്റ്റ എല്ലാവർക്കും അതായാലും മതി. എന്നുവെച്ചാ വല്ലാതെ ഒന്നായിട്ട് മോഡിഫൈ ചെയ്താ മൊത്തത്തിൽ പ്രശ്നം ഫുൾ മോഡിഫൈ ചെയ്യാത്ത. എടാ എന്നാ ചാടിക്കാൻ പോവാ. അനു ഞാൻ പറഞ്ഞു നമുക്ക് ഒരു വണ്ടി ഇല്ലെങ്കിൽ ഹൈക്രോസ് എടുക്കാനായി. അപ്പൊ പറഞ്ഞു ഹൈക്രോസ് വേണ്ട, നമുക്ക് പ്രീമിയം വണ്ടി ഇറക്കാതെ. ഇതൊന്നും പ്രീമിയം അല്ല. ഹൈക്രോസ് പ്രീമിയം അല്ല. ഇട്ടെടുത്താണ്ട് ഓലെ സന്തോഷം. ഹൈക്രോസ് പ്രീമിയം അല്ല. ഒന്ന് അഫിയോനെ വീടേ ഒന്ന് ഷൂട്ട് ചെയ്യാനായി കഫിയെ. എടാ ചാടിക്കാൻ പോവല്ലേ? ചാടിക്കാൻ പോവാ. ചാടിക്കാൻ പോവാ. ഇന്ന് ചായന്റെ വക വേടി കടി റീനാന്റെ ഇതങ്ങനെ ഞാൻ പെട്ടെന്ന് സ്ക്രീനിലെ അഭിനയിച്ചിനെ ആലോചിച്ചതാ. ഓണം പരിപാടിയോ? 29 തീ പാടും. നമ്മളിങ്ങനെ വരിക അജോ 2 പേരാണ് നിങ്ങൾ അവിടെ കൊണ്ട് നിർത്താൻ പറഞ്ഞത്. ഓണം തിരുവോണം പൊന്നോണം സ്ഥലം കൊടുത്താണ്. എടാ ബാക്കി ആ സാധനങ്ങൾ മാറ്റി ജീവിക്കട്ടോ. ഫുള്ള് മെൽറ്റ് ആക്കണം കുറെ സാധനങ്ങൾ അതില്. അത് ആ ഒന്ന് പൊക്കിട്ട് ഡിക്കി വെച്ചിട്ട് ആ മെല്ലെ വെച്ചാ മതി. ആ എന്നാ ഡിക്കൊന്ന് തുറന്നെടുത്താ. ഡിക്കി കയറി ഇരിക്കേ. സാധാ പോലെ ലോക്ക് ഓഫ് ചെയ്താണ്. ഇതാണ് ബ്രിഞ്ചാൾ മധു കേട്ടോ. മറ്റേ കൈതൊല ബാബു. ഇതാണ് കൈതൊല ബാബു. വണ്ടി ഇവിടെ വരെ കൊണ്ടുവരാലോ. അവർക്ക് പറ്റാത്തുള്ളൂ. ആ അല്ല ഇവിടെ വരല്ല, അവിടെ കൊണ്ടുവരാ. ഇന്ന് ലേറ്റ് ആയിട്ടാ. അല്ലേ ഞാൻ വരൂല അങ്ങോട്ട്. എന്താണ് പ്രശ്നം? ഹലോ എനിക്ക് എന്ത് തിരക്കാണ് ബസ്സിൽ. ഒരു 5 മിനിറ്റ് അടങ്ങി നോക്ക്. എവിടെയും 5 മിനിറ്റ് ചൊല്ലി ഒരു ഏതൊരു കസാല കിട്ടുകയാണെങ്കിൽ അയിമ മൂട് വെച്ചൊന്ന് ഇരുന്ന് നോക്ക്. അല്ല അപ്പച്ചി പോവാണ് പറഞ്ഞില്ലേ? അയ് ഞങ്ങൾ പോയി എഴുതിട്ട് ഇവിടെ നിക്കണതേ. ഇത് വരണേ. വീഡിയോ ഒക്കെ ഇട്ടില്ലേ? ഇവിടെ ഒരു ചായക്കട ഉണ്ട്, ചൊറ പറഞ്ഞിട്ട്.
സോറ സൗദോ എന്താ വരാത്ത സൗദ എന്താ വരാത്ത ബാക്കിൽ വാ വണ്ടി ബാക്കിൽ വാ ആ പമ്പിന്റെ ഓപ്പോസിറ്റുള്ള ചായക്കടയ്ക്ക് വാ വേഗം അപ്പൊ തന്നെ വാ ആ പമ്പിന്റെ ഓപ്പോസിറ്റ് അങ്ങോട്ടോ ഓല തുമ്മ താലി താലിയൂ പൂക്കിപ്പാട്ട് പാടുമ്പോഴൊക്കെ ഇപ്പം കാണാൻ ഫോമിച്ച് പോണ്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ അഫീഫിനെയും ടീമിനെയും എടുത്തുകൊണ്ട് അല്ല ഓണം ക്രിസ്മസ് ഒക്കെ അവിടെ കട്ടെ പരീക്ഷ എന്തായി സൂപ്പർ ആക്കി പറന്നു വെറും മോഡൽ ലുക്ക് കിട്ടോ മാസി വരുമ്പോ അവിടെ പോയി CR7 ഫാൻ ആയതുകൊണ്ട് ഏഴ് പേപ്പർ എഴുതി അഫീഫ് മാതൃകയായി. അതായത് ആവശ്യമുള്ള മാത്രം എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. കോർ സംഭവങ്ങൾ എഴുതി വെച്ചാൽ തന്നെ മാർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് സ്കൂൾ വിട്ടിട്ട് തിരിച്ചു പോവുകയാണ്. എന്തായാലും ഒരു ചായപ്പിടിയിൽ ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളും വിവരങ്ങളും കാണാം. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ കൂടെ ബാസിൽ ചായ കുടിക്കാൻ വരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് പറയണത് വെച്ചാല് നമ്മളെ സീറ്റ് അടക്കം മാറ്റിയതാ, ഇത്രയും വലിയ സീറ്റ് മാറ്റി വെച്ചിട്ടും ബാസിൽ നമ്മളെ കൂടെ ഇല്ലേ. എടാ നിങ്ങക്ക് രണ്ടാൾക്ക് കയറാൻ പറ്റും, രണ്ടാൾക്ക് ഇതിൽ കയറാൻ പറ്റും. അല്ല രണ്ടാളും, നിങ്ങള് രണ്ടാളും. എടാ ഇതിൽ എത്ര ആളും പോകും, ഇതിന്റെ വണ്ടിയാ. എനിക്ക് ആള് കൂടിയത് ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. എന്തൊരു മടിയാ വാസിലെ, എന്തെങ്കിലും എന്നെ കാണുള്ളൂ. ഓ സൈഡാക്കിയതാണ് പോയി. ഈ വലിയ റോട്ടിലേ അവിടെ ഏഴ് നിർത്തിയായി, എന്നിട്ട് ഇവിടെ സൈഡാക്കട്ടെയൊക്കെ ഇങ്ങോട്ട് കേറ്. ബഹുമാനപ്പെട്ട അയമുട്ടിമാനെ നമ്മളവിടെ വരാം കേട്ടോ. ബാഗ് ഇങ്ങോട്ടോ, ടീച്ചിങ് മാനുവല്, സ്കെയില്, വടി. മൂന്നാളുണ്ടോ? അപ്പൊ എന്താക്കും? മൂന്നാൾക്ക് ഒരു സീറ്റേ ഉള്ളൂ. അല്ല ഓനും ഇല്ലേ? അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ വണ്ടി വരുന്നത്. കയ്യോ എന്നാ ബാസിൽ കയറ്. ആ വെരി വെരി വെരി. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ യാത്ര ആരംഭിക്കാണ്. കൊടൈക്കനാൽ ട്രിപ്പിലാണ്. കൊടൈക്കനാൽ ട്രിപ്പ് ഓണായി. പ്ലാനിങ്ങിലാണ്. എടാ വീട്ടിൽ കടങ്ങിന്റെ സ്കൂട്ടി എടുത്തു എടാ മണ്ട സൈക്കോ. ഡ്രസ്സൊക്കെ നമ്മളെ കയ്യിലുണ്ട്, പേടിക്കണ്ട. നമ്മള് ഫുൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫുൾ പാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നാടുകാണി വഴി അതല്ല ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നാളെ ഓണപരിപാടിയാണ് സ്കൂളില്. നാളെ രാവിലെ അല്ല ഫുൾ ഇങ്ങനെ ഏൽപ്പിച്ചിക്കണേ കൊറേ സാധനങ്ങള്. അല്ല ഇതെന്താ വെച്ചാൽ നൈറ്റ് ഔട്ട് മാത്രമാണ് വാസിലെ. നമ്മളിപ്പോ പോയി രാവിലെ 9 മണിക്ക് ഉറങ്ങാതെ ബാസിലെ ഇതെങ്ങനെയാ അറിയോ, നമ്മളിപ്പോ പോയിട്ട് ഫുള്ള് വയനാട് രാത്രി ചുറ്റി കണ്ടിട്ട് രാവിലെ 6-6:30 നമ്മൾ പോയി. രാത്രി ഉറക്കല്ല, എന്നിട്ട് നേരെ 9 മണിക്ക് സ്കൂളിൽ കയറിക്കോ. എന്നത്തെ പ്ലാൻ പോലെ തന്നെ ഒരു മാറ്റമില്ല. രാവിലെ നേരം വെളുക്കും, പിന്നെ കൊണ്ടുപോയി വിടും, എന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ആകെ നിലയിലാക്കി സ്കൂൾക്ക്. അങ്ങനെയല്ല സാധാരണ എങ്ങനെയാണ് എങ്ങോട്ട് പോകുമ്പോണ്ടാല് കൊറേ കാലമായിട്ട് നിങ്ങളൊക്കെ കാണാൻ പുതിയ സൈക്കോ വണ്ടി സൈഡേക്കാ ഒരു ഫോട്ടോ എടുത്ത കണ്ട ന്യൂലുക്കിലൊരു ഫോട്ടോ ഇവരൊക്കെ കാണാൻ പുതിയ എവിടെ കാണണേ? വ്ളോഗിലുണ്ടൊരു കാര്യം നേരിട്ട് കാണണ്ടേ? വ്ളോഗിൽ ഗ്രാഫ് അടിച്ചു കയറി. നബിലെന്നെ പരിപാടിക്ക് വിളിച്ചാണ്ടല്ലേ ഈ
ഞാൻ കണ്ട് അതൊക്കെ നമ്മള് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ എടപ്പാൾ അങ്ങനെ പറഞ്ഞേ എങ്ങനെ പറയോ? അപ്പൊ നമ്മൾ ഈ എടപ്പാളിന്റെ സ്വന്തം നബീലുണ്ട്. കുത്തല്ലട്ടോ നബീലെ. അതിന്റെ അടി കൂടെ നബീൽ എന്താ അറിയോ? നബീല് ഡ്രൈവിംഗില് പ്രതിഫലിക്കും എല്ലാം നബീലിന്റെ. ആ അതായത് നബീല് സങ്കടത്തിലാണെന്നുണ്ടെങ്കിൽ എന്താവും, വണ്ടി സ്ലോ ആവും. നബീല് ഭയങ്കര സന്തോഷത്തിലാണ്, വണ്ടി ഭയങ്കര ഫാസ്റ്റ് ആവും. നബീലിന്റെ മൈൻഡ് ഷാറ്റേർഡ് ആയി കിടക്കണേ, ഷഫിൾഡ് ആയി കിടക്കണേ, വണ്ടി ഇങ്ങനെയൊക്കെ പോകും. സൽമാൻ പറയട്ടെ അങ്ങനല്ലേ അല്ലേ? എടപ്പാളിന് സ്വന്തം നബീലണ്ണേ. അതില് 3 ചപ്പാത്തി ഉണ്ട്, ഞാൻ എടുത്ത് തിന്നിട്ടുണ്ടോ? ആ അതിനോട് അപ്പഴേ തിന്നാ മതി. അപ്പൊ ഡിമാൻഡ് ഇട്ട് തന്നിട്ടല്ലേ? അതായത് കൊറേ നേരം ക്ഷമിച്ചിരുന്നു. എടാ ആ ഫ്രിഡ്ജിൽ ഫുൾ ഐസ്ക്രീമുകളോ ഇനി ഇതില് പോണേ ചേട്ടങ്ങളൊക്കെ എന്തൊക്കെയാ കാട്ടുന്നത്? എടാ അതില് പോയ പോരെ മണ്ടന്മാരെ, എന്തിനാ ഇതിലൊക്കെ ഇറങ്ങിയത്? എനിക്ക് ഈ റൂട്ടുകാരുള്ളൂ ഇതെന്ന് ചോദിക്കണ്ടേ അറിയണവരോട്? എടാ ശാന്തിക്ക് നമുക്ക് നിന്നോടത്ത് തിരിച്ചാ എത്ര പെട്ടെന്ന് എത്തിനി. ഈ കാട്ടുമുക്ക് കൂടെ ഫുള്ള് നമ്മള് കറങ്ങണം. എന്താണ് ലോങ് ട്രിപ്പ് ആയിക്കോട്ടെ. ശരി, അത് ഞാൻ അപ്പഴേ എന്ത് ചെയ്യാൻ എടാ അങ്ങനെ ആവുന്ന ഞാനും പ്രതീക്ഷിച്ചില്ല. നിങ്ങളെന്നാ പോവാ? ഞങ്ങള് അല്ലജ്ജ അസർബൈജാനിക്ക് പോകണ പറഞ്ഞേ. ഞാൻ 29 തീയതി ആയിക്കോട്ടെ. ബാസിൽ എന്താ നമ്മളോട് പറഞ്ഞോ? പെണ്ണിട്ട് കഴിഞ്ഞിട്ട് എല്ലാ സ്കൂൾ പൂട്ടിനും ആദ്യത്തെ സമയം വർക്കിംഗ് ഡേയിൽ ഫുള്ള് ഞാൻ എൻ്റെ വൈഫിന്റെ കൂടെ ആയിരിക്കും. പക്ഷെ എനിക്ക് സ്കൂൾ പൂട്ട് എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ബാസിൽ ഇങ്ങളെ കൂടെ ആയിരിക്കും. എന്നിട്ട് സ്കൂൾ പൂട്ടിന്റെ തലേന്ന് പോവാണോ? അന്നല്ല പോണേ. എന്നിട്ട് സ്കൂൾ പൂട്ട് കഴിഞ്ഞിട്ട് വരും. അപ്പൊ വീണ്ടും നിങ്ങളെ കൂടെ വരാൻ പറ്റാക്കും. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് പോലെ നേരം കിട്ടില്ല കേട്ടോ. ഞങ്ങൾ തമ്മിൽ അപൂർവ നിമിഷങ്ങളെ കാണലുള്ളൂ. അപ്പൊ ഇന്നിപ്പോ എങ്ങനെയോ കണ്ട് അങ്ങനത്തെ ഒരു കാണാൻ ഇന്നിപ്പോ കണ്ടിട്ട് തന്നെ പോവാ. പോട്ടെ ഞാൻ ചായ കുടിച്ചല്ല, ഞങ്ങൾ പോട്ടെ ഇങ്ങോട്ട് പറഞ്ഞപ്പോ പായ്യ. നമ്മൾ സിറ്റുവേഷൻ മനസ്സിലാക്കി പോന്ന് അപ്പൊ തന്നെ പോന്നിട്ടില്ലേ? എന്റെ സിറ്റുവേഷൻ ഞാൻ കീറി വിടും. പേപ്പറാണ് കീറും ഞാൻ. അപ്പൊ ഞമ്മക്ക് എവിടെങ്കിലും വഴിയിൽ വെച്ച് കണ്ടുമുട്ടാട്ടോ. അല്ല ഞാൻ അങ്ങോട്ട് വരും എപ്പോഴേലൊക്കെ പറ്റുമെങ്കിൽ. അല്ല ഇത് ബൈക്ക് വരുന്നുണ്ടോ? അങ്ങോട്ട് വരും. ഇനി അവിടുന്ന് എന്താ പ്ലാന് നോക്കിട്ട് ഞാൻ പറയണ്ടേ. ഓക്കെ അപ്പൊ നമുക്ക് നമ്മളടുത്ത മാസം 6th അബുദാബി ഉണ്ട്, 7th ഷാർജ ഉണ്ട്. പിന്നെയും 2-3 ഡേറ്റ് നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല. ആ മാസത്തിൽ തന്നെ പിന്നെയും 2-3 ഡേറ്റിൽ അബുദാബിയിലും ഷാർജയിലൊക്കെ ഓരോ പരിപാടി വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും പറ്റണവരൊക്കെ പ്രോഗ്രാംസിന് വരാം. സെപ്റ്റംബറിൽ പ്രോഗ്രാമിന് വരാം കേട്ടാ. ഇൻഷാ അല്ലാഹ്. സീ യു ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ചായക്കടയിൽ എത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പൊ സുഹൃത്തുക്കളെ ഒന്ന് തിരക്ക് കൂട്ടാതിരുന്നു നോക്ക്. അപ്പൊ സുഹൃത്തുക്കളെ ഇന്ന് ഇവിടെ നടക്കണ എന്താണ് കണ്ടിട്ട് തന്നെ കണ്ണ് തള്ളിപ്പോണ്. കാരണം ഇത് ചായകുടിയിലുപരി ഇതൊരു ചോറ് തിന്നലിന്റെ ഭാഗത്തിൽ പോയി. കുറച്ച് ചോറ് കൂടി ഇട്ടാലോ? ഇതിലാറും വെച്ച് നിങ്ങള് വണ്ടൂരെ ബ്രോസ്റ്റ് തന്നെ പോയി കണ്ട് ബ്രോസ്റ്റ് തിന്നണ പോലെയാണ് ഇപ്പത്തെ യുവതലമുറ. അല്ല എന്റെ പ്രായം വെച്ച് ആ വെച്ചോ. ബാക്കി തന്നെ തിരിഞ്ഞിങ്ങനെ പോയിക്കോ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ മിന്റ് ലൈം കുടിച്ച് സഹകരിക്കുന്നത് ശ്രീമാൻ നബീൽ അവർകൾ, നബീലിന്റെ അപ്പുറത്ത് നിഹാൽ അവർകൾ. എടാ അന യൂണിഫോം എടുത്തു സൗദേ. ഇതിനെ കൊല്ലനടി കുടുങ്ങിയോ? പെരുന്തീറ്റങ്ങള് ആടാ മുണ്ടാട്ടൊന്നുമില്ല. മുണ്ടാട്ടൊക്കെ നിന്നു ചെക്കന്മാര്. എന്റെ ഐഡിയ ആയി പോയി. ഇവരൊക്കെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്നാണ് നടന്നത്. എടാ മതിട്ടോ, ഞാൻ അങ്ങോട്ട് പോണ്ടേ. കടിയൊക്കെ കഴിഞ്ഞു. അവിടെ ഉണ്ടോ? സൽമാന്റെ വ്ളോഗ് എങ്ങനെ അല്ല സൽമാൻ എങ്ങനെ വ്ളോഗ് എടുക്കണറിയോ? ആ ഇതീക്കല്ല വ്ളോഗ് ഇങ്ങനെയാ. അപ്പൊ സോസിൽ മുങ്ങിയാണ്ടാ കിടക്കണേ. വിങ്സ് ഒരുപാട് ആ മക്കളെ ആ വരുന്നു. ജിമ്മി 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 പ്രകടനം ഇവിടെ എത്തുമ്പോ എല്ലാരും ഏറിട്ടോ. ആര് പറയണ ഒക്കെ തിന്നാണ്.
നബിലണ്ണ നബിലെന്താ കെട്ട് മുഖം നബിലെ ഏറ്റുവാങ്ങും. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെങ്കിലും ഒരു ഊക്ക് പോടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷണിച്ചു വരുത്തും. ജിമ്മിന്റെ അടുത്തേക്ക് എല്ലൊക്കെ ചാടി ഇതെവിടെ തന്നെ അരീക്കോട് വർക്കണേ ഇന്നവിടെ വർക്ക് രാത്രി സൽമാൻ എനിക്ക് എത്ര വിങ്സ് ആദ്യം എനിക്ക് ഒരു കോയിനെ പിടിച്ചാണ് നാടൻ കോയിനെ. ബഹുമാനപ്പെട്ട മിക്ക എത്തിട്ടോ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ മൊത്തം എത്തിച്ചേർന്നിട്ടുണ്ടോ? അപ്പൊ ഇന്ന് കാണികളെ പണി എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ ഇങ്ങനെ ആഘോഷിച്ച് ഭക്ഷണം കഴിച്ചാൽ എത്ര റുപ്യ ബില്ലാവും എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് നടക്കുക. എത്ര റുപ്യ ബില്ലാവും മാസിലെ? എസ്റ്റിമേറ്റ് ഒരു 1200 രൂപ. ജിമ്മി 1100 എന്താ അവന്റെ ഒരു സിംപ്ലിസിറ്റി. അടിച്ച് കയറ്റിട്ടേ 5 വിങ്സ് എന്നിട്ടാണ് 700. 2,500. ഓ അപ്പൊ തുടരാനാ പദ്ധതി. 1350. അത് കണക്ക് 800. 1200. 550. 550 എത്ര ആവും ഏകദേശം എസ്റ്റിമേറ്റ്? 1355. ബഹുമാനപ്പെട്ട മിക്ക എത്തിക്കണ്ടോ? ഓ മിക്കാരുടെ സർദാർ വല്ലഭായ് പട്ടേല അല്ല ഇങ്ങനെ ഡ്രസ്സ് ധരിക്കലാരാ? ഒരാളുണ്ടല്ലോ ബോച്ചല്ലേ? എടാ ഹിൻലേഴ്സിന്റെ ഷർട്ട് പുതിയ ടീഷർട്ട് അങ്ങനത്തെ ഷർട്ട് ഇട്ടിട്ടാണ് ഇവിടെ മിക്കാറ്. ബാക്ക് ഉണ്ടോ? ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ? പ്ലെയിനില്ലേ? അപ്പൊ ഇത് ഹിൻലേഴ്സിന്റെ പ്ലെയിൻ ഫിറ്റ് ആട്ടോ. എങ്ങനെയുണ്ട് ഫിറ്റ്? എങ്ങനെയുണ്ട്? ഞാൻ 3ാമത്തെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഹിൻലേഴ്സിന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് മിക്ക കേട്ടോ. ഫുള്ള് ഹിൻലേഴ്സ്. നിങ്ങൾ കാണിച്ചു കൊടുത്താ സൽമാനെ? 4 മോഡലുണ്ട്. സെറ്റപ്പായി. അപ്പൊ എന്തായാലും ഞാനും സൽമാനും ഇനി ചായ കുടിച്ചിട്ട് ഞങ്ങൾ കുറെ നേരമായി കൊതി കൂടി നിൽക്കണ്. അപ്പൊ എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യട്ടാ. ഓ എന്റെ താടി വരതി പിന്നെ മുറിയായി കഴിയുമ്പോ. ഓക്കെ. അപ്പോൾ ലേറ്റ്ലി നമ്മളെ കൂടെ പരിപാടിക്ക് കൂടാൻ വന്ന കുറച്ചധികം വ്യക്തികളുണ്ട്. ഒന്ന് മിക്കി, ബഹുമാനപ്പെട്ട മിക്കി സാർ, അതുപോലെ തന്നെ ബാസിൽ അവർ എന്താ വെച്ചാൽ തിരക്ക് ഇനി എന്താ പറയുക എന്ത് ചെയ്ത് തിരക്ക് കൂട്ടാം, തിരക്ക് കാണിച്ച് എങ്ങനെയൊക്കെ തിരക്ക് അഭിനയിക്കാം എന്നുള്ളതിനെ കുറിച്ച് പുതിയ ക്ലാസ് എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വരുന്നു ബാസിൽ സാർ. പോവല്ലേ? തിരക്കായില്ലേ? ചായ കുടിച്ച് കഴിഞ്ഞപ്പം തിരക്കായി. അതുപോലെ തന്നെ ജിമ്മിച്ചൻ, ബഹുമാനപ്പെട്ട ജിമ്മിച്ചനുണ്ട്. ജിമ്മിച്ചൻ്റെ പുതിയ ഫോണിൽ എഡിറ്റ് ചെയ്യുകയാണ്. പുതിയ ഫോണിൽ ഡ്രെഡുമായുള്ളൊരു ഫോട്ടോ എടുക്കുകയാണ്. അത് ഡ്രെഡേ ഒന്നിട്ടേക്ക് ഓ നാണക്കാർത്തി. ഡ്രെഡിന് ഇപ്പം എന്താ പറയുക കുറച്ച് നാണം, അതായത് ഇപ്പം കെട്ടണ അന്ന് വരെ ഇല്ലാത്ത നാണം കെട്ടി കഴിഞ്ഞപ്പോൾ നാണം കുടുങ്ങി. അയ്യോ ഹൈ ഞാൻ ക്യൂട്ടണേ, ഞാൻ ക്യൂട്ടല്ലേ, എന്നൊന്നും ചെയ്യില്ലേ, എന്നെ ബ്ലോക്ക് അടിക്കില്ലേ പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഡ്രെഡും സ്റ്റീലും പണ്ടത്തെ ഒരു ഫോട്ടോ ഉണ്ട്, അതുപോലെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ആ ഫോട്ടോ. ഇതെപ്പോ കഴിയും എപ്പോ തുടങ്ങും എന്നുള്ളത് നീ തീരുമാനിക്കും. നീയാണ് എന്റെ ചാനൽ ഐശ്വര്യം. പബ്ലിക്കാണ് നബീലെ. ആരാണോ ഓലൊക്കെ യൂട്യൂബ് കുതിരോട്ടാണ്. ഷാനു എവിടെ നിന്ന് വരും? നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ നടന്നു വന്നു. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? നടന്നു വന്നു. വീട്ടിൽ വന്നു. എക്സാം എങ്ങനെ ഉണ്ടായി? ഉഷാറിനോ? വണ്ടി നിങ്ങൾ എനിക്ക് നേരിട്ട് കിട്ടില്ല. അപ്പൊ ചോദിച്ചു വാങ്ങണ നബീല്. എന്താ പ്രശ്നം? ബാക്കിലൊന്നും ഇങ്ങനെ കടിച്ചാന്നുള്ള മാന്ത കിക്കിളിയാക്കുക. ചൂടാണ്. സൽമാന്റെ ബാക്കിൽ എങ്ങനെ നിക്കണറിയോ? അപ്പം ഇന്ന് പോവുണ്ടോ? ഇന്ന് ആ വണ്ടി കയറി പോവില്ല. പെരിന്തൽമണ്ണ കൂടെ പോണേ? അല്ല ഓലിന്ന് പെരിന്തൽമണ്ണ സ്റ്റേ ചെയ്യാണ്. ഇജ്ജ് എന്തിനാ അവിടെ പോയി സ്റ്റേ ചെയ്യണേ? ഓലൊക്കെ ഹലാൽ കപ്പിൾസ് ആണ്. അവിടേക്ക് എന്തിനാ ഇജ്ജ് പോണേ? നമ്മള് പെരേക്കാണ്. പരിക്കലല്ലേ? എങ്ങനെ ഇന്ന് കൂറ്റമ്പാറ നിൽക്കും. ഇന്ന് നമ്മള് പറഞ്ഞോ ഇവനോട് അപ്പൊ
അപ്പൊ സ്റ്റീലണ്ണന് വേണ്ടിട്ട് ഇവിടെ നിക്കാം. അത്രേ ഉള്ളൂ ഇന്ന് ഇവിടെ പിന്നെ എന്നോട് എന്താ പറഞ്ഞേ പോയിക്കോ ഞാൻ നാളെ തന്നെ കൂട്ടാൻ വരാനല്ലേ? നാളെ നമ്മള് പോവും. എന്ത് തിരക്കങ്കൊക്കെ എന്താ പറയുക ഇവനും ബാസിലൊക്കെ പ്രത്യേകം വെച്ചാൽ തിരക്ക് കൂട്ടുക. അതായത് കാര്യമായിട്ടൊരു പണിയില്ല. കാര്യമായിട്ടൊരു 9 മണിന്റെ തിരക്കുണ്ടോ ചൊറീണ് മാതിരി ബാസിലതാണേ ശബം കൊടുത്തോ എന്നാ നാളെ സുബൈക്ക് ഇപ്പൊ തന്നെ നിസ്കരിച്ച് കിടക്കാം. അതായത് വെപ്രാളം വിനോദാണ് ഇവന്. വെപ്രാളം വിനോദ് ഇത് കൈതോല ബാബു വെറുതെ തിരക്കൂട്ട. ഇതാണ് ബ്രിഞ്ചാൽ മധു. ഓന് കുപ്പായം വേണ്ട നോക്ക്. ബ്രിഞ്ചാൽ മധു തന്നെ മിക്കെന്നറിയോ മിക്കി വളവനാ തിരിച്ചൊന്നും പറയില്ല. ആ ബ്രിഞ്ചാൽ മധുവിന്റെ അടുത്ത് വണ്ടി. എടാ ക്യാമറ മതിയോ? എടാ ക്യാമറ ഒക്കെ പ്രീമിയം വണ്ടി ടൊയോട്ടന്റെ ഹൈബ്രിഡ് ലൈനിലുള്ള വണ്ടികളാണ്. എനിക്ക് ഓണത്തിന് എന്താ അറിയോ ഒന്നും ചെയ്യാനല്ല സ്കൂൾ ഗ്രൗണ്ടിലിട്ട് കറക്കും 5 റൗണ്ട് അത്രേ ഉള്ളൂ. പിന്നെ മാവേലി സൺറൂഫുമ്മ കൂടെ വരുന്നത് പൊടി പിടിച്ചിട്ട് സൺറൂഫും തുറന്നു വരും. എന്തെങ്കിലും കണ്ട ഇങ്ങനെ എന്റെ പേര് പറയല്ല. എന്താ ഇതിന് കല്യാണ കഥ വെച്ചെടുത്തിട്ട് പറഞ്ഞ് വരണിട്ട് പറഞ്ഞു. കല്യാണത്തിന് എന്തായാലും വരണിട്ട് നിൽക്കാനും വരണിട്ട് പറഞ്ഞു. അതിൽ ആയിഷാലിയാന്നുള്ള പേര്. അല്ലേ പറഞ്ഞേ അത് കല്യാണ കയ്യില് പറഞ്ഞേ. അതിൽ സങ്കടായി. അപ്പൊ ഓളെ കെട്ടിയില്ലേ? ഞാൻ എന്തായാലും നിൽക്കാതെ ഞാൻ എന്തായാലും വരാം. അപ്പം റെഡിന്റെ ഷാനുവിന്റെ കല്യാണ കത്തില് മറ്റേ ഷെനൂബ് അലി ആയിഷാലിയാനുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ചെക്കൻ എന്തായി? ചെക്കനാകെ ഇടങ്ങേറായി. കാരണം അത്രയും കാലത്തായിട്ട് എന്താ പെട്ടെന്ന് ഡ്രെഡിനെ ഒഴിവാക്കി ആയിഷാലിയാനെ കെട്ടാനാ പോവാണ്. അപ്പൊ അവൻ പറഞ്ഞേ ഇനിയിപ്പോ എന്തായാലും കുഴപ്പമില്ല നമ്മളെ കൂടെ കല്യാണമല്ലേ കല്യാണം കൂടാ ഞാൻ വരാന്ന് പറഞ്ഞു. ആയിഷാലിയാനുള്ള പേര്. അത് ശരിക്കുള്ള പേരെന്താ? മുഹമ്മദ് സിദ്ദീൻ. ആ വേറെന്തൊക്കെ പോണു. ഇതാണ് കുട്ടികളെ പുറത്തക്കാർ കേട്ടോ. എങ്ങനെയും ഓ അല്ല കേട്ടോ ഓന്റെ ഫോട്ടോ തമ്മിൽ എഡിറ്റ് ചെയ്യണം. പാവം ഇവൻ കുട്ടികളെ ശ്രദ്ധിച്ചോളൂ. ഇവൻ കുട്ടികളെ പുറത്തക്കാരനാണ്. ഇത്രയും അപ്പൊ നമ്മളെല്ലാരും നമ്മളെന്നത്തെ തമ്മിലാണ് നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഇന്നത്തെ എല്ലാവരും കൈയടിക്കാം. ഇന്നത്തെ തമ്മിൽ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ജിമ്മിന്റെ ഫോണിനാണ് ടിവിന്റെ വലിപ്പം. അടിപൊളിയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള ആകെയുള്ള ഒരു പെൺതരിയാണ്. ആരും ഇന്ന് ഡ്രെഡിനെ നോക്കരുത് അല്ലേ? നമ്മളെന്താ വെച്ചാല് ഒറ്റക്ക് വരുമ്പോ അത്രയും ധൈര്യത്തോടെ വരുന്നതാണ്. ആരും കളിയാക്കാൻ നിൽക്കരുത്. നമ്മളെന്താ സപ്പോർട്ട് ചെയ്യണം. എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ആ ധൈര്യമാണ് എന്തായാലും വെട്ട് കിട്ടും. അതിന് പുറത്ത് നോക്കും. അതായത് നമ്മളെ കൂട്ടത്തിലേ വെട്ട് കിട്ടണേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു നമ്മളെ കൊടുക്കുന്നവര് തൂങ്ങി മരിച്ചില്ല. ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ദൈനംദിനം അത്രയും വെട്ട് കിട്ടി പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നമ്മൾ പഠിച്ചു. അത് ശരിയാ. കളിയാക്കലുകള് അതൊന്നും ഒരു വിഷയമല്ല. ആരും കളിയാക്കലൊന്നും ഏൽക്കണേ ഇല്ല. മൈൻഡ് ചെയ്യണില്ല. ഗ്രാമത്തിൽ പോലും തടയില്ല. അങ്ങനെ പോവാണ്. കളിയാക്കിയോ ചിരിച്ചോണ്ടിരിക്കണോ പാവണിന്റെ മുത്ത് അല്ലേ? ഇക്കോ നമ്മളെങ്ങനെയാ? നമ്മള് സീനല്ല മച്ചു. ആൾക്കാർ പറഞ്ഞോട്ടെ നമുക്കില്ലാത്ത പ്രശ്നം ആൾക്കാർക്ക്. അപ്പൊ ആൾക്കാര് ഞങ്ങളെല്ലാരും പറയുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടോലെ പറയുന്നുണ്ട് ഇങ്ങോട്ടോലെ പറയുന്നുണ്ട്. എന്ത് അപ്പൊ എനിക്ക് പറയുള്ളത് ഞങ്ങളെ കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എത്ര വർഷത്തോളമുള്ള ബന്ധമാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പറയണ ഞങ്ങൾക്കോ കേൾക്കണ നിങ്ങൾ ഈ സ്ക്രീനിലുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. സ്ക്രീനിന്റെ അപ്പുറത്തും ഈ കൊട്ട് കിട്ടണോലും ഇങ്ങോട്ട് കൊട്ടുണ്ട്, കൊട്ട് കിട്ടാത്തോലും അങ്ങോട്ട് കൊട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കൊട്ടി ഞങ്ങൾ കൊട്ടി രണ്ടെണ്ണം തിരിച്ച് അങ്ങോട്ട് കൊണ്ടും കൊടുത്തും. അപ്പം അതിലെ ആൾക്കാർ രോഷം കൊണ്ടിട്ട് കാര്യം കേട്ടോ. കാരണം ഓഫ് സ്ക്രീൻ നിങ്ങൾ കാണില്ല. കുട്ടികൾ കാത്തുക്കും. നമസ്കാരം. ശരി ഒരു ഫോട്ടോ അല്ല 1000 ഫോട്ടോ എടുക്കും. ഓക്കെ
അപ്പം നമ്മള് വിട പറയല്ലേ? അല്ല എന്തുകൊണ്ട് ഇവിടെ എന്ത് ഞാനോ ഇതിലേ ആ വീഡിയോയില് കാണുന്ന പോലെ ഇതിന്റെ അപ്പുറത്ത് വേറെ ആളെ കൊണ്ടുവരാൻ പറ്റുമോ? എഡിറ്റ് നടിന്റെ പേര് പറഞ്ഞോ, പക്ഷെ ഞാൻ പറയണില്ല ഇവിടെ. അപ്പം സാംസങ്ങിന്റെ ഫോണിൽ നടിമാരെ എടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് സ്ഥിതി ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആകെ അടി പോയി എന്നിട്ട് ചോദിച്ചോണ്ട് പോവല്ലേ. അപ്പൊ ഞങ്ങളൊക്കെ വിട പറയാണ്. കൂടുതൽ ദൃശ്യങ്ങള് ബില്ലല്ലേ, ബില്ലിപ്പോൾ കൊടുക്കും. ഈ വ്ളോഗ് അവസാനിപ്പിച്ചാൽ ഇതിന് ഫോൺ പേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു. ഇന്ന് വളരെയധികം മനോഹരമായ 2 വ്ളോഗുകളാണ് കാണികൾക്ക് മുന്നിൽ അമ്പലചുംബികളായി ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ടാഗ് ലൈനാണ്, ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത. അപ്പൊ അത് നമ്മളെന്താട്ടോ, അത് വേറെ ആരും ഉപയോഗിക്കാൻ പറ്റും. പേറ്റന്റ് ഉണ്ട്, ആരും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 75th ഇതിനാണ് ജയിക്കാൻ പോണത്. അത് ഞങ്ങളെ സാധനമാണ്, അത് ആരും എടുക്കാൻ പാടില്ല. ആരും എടുത്താലും അത് നമ്മളതാണ്, ആരും എടുത്താലും അത് നമ്മളതാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് വളരെ അങ്ങനെ മരം മുറിച്ചിട്ട് അവിടുന്ന് ഒച്ചിമളിന്റെ വ്ളോഗിൽ ആകെ അല്ല അതൊരു മുറിച്ചാക്കാൻ പറ്റുമോ? അതുമില്ല. പിന്നെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. അപ്പോൾ നമ്മൾ 25 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഇന്നെല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിലുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ചധികം ആൾക്കാർ തന്നെ എനിക്കൊരു പ്രശ്നമില്ല, എല്ലാവരും നിൽക്കാൻ ഞാൻ പ്രേരിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പല്ലേ വ്ളോഗില്ല, 15 ദിവസം കൊണ്ട് തീർത്തു കൊടുത്തു. ഒരു 15-ാം തീയതി ആയപ്പോഴേ 15 ദിവസം വ്ളോഗ് ഇടാന്നപ്പം എല്ലാവർക്കും ഒരു ഇത് വ്ളോഗില്ല. ബാക്കി 15 ദിവസം കൊണ്ട് എത്ര വ്ളോഗട്ടെ? 20 വ്ളോഗിന് ഇട്ടെടുത്തു. ചെറുത് ഇന്നൊന്നും കൂടി വരാണ്ട് വരും. അതെ, അമിത പ്രതീക്ഷ എന്താണ്ട് പോയിട്ട് അങ്ങനെ വരികയാണ്. അന്നെ കൊണ്ട് വ്ളോഗ് എടുപ്പിക്കാൻ. ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.